വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആഗതമാകുന്ന ക്രിസ്തുമസിന്റെ അനുഗ്രഹീത നിമിഷങ്ങളിൽ ആത്മീയതകളുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ അനുസ്മരിപ്പിക്കുകയാണ് ലൂക്ക 2:7. സത്രങ്ങളായ സത്രങ്ങളെല്ലാം കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോഴും പരിഭവങ്ങളും പരാതികളുമില്ലാതെ കാലിത്തൊഴുത്തിൽ തന്നെ തന്റെ കടിഞ്ഞൂൽ പുത്രന് ജന്മം നൽകി അതീവ ജാഗ്രതയോടെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കിടത്തിയ അമ്മയ്ക്ക് നമ്മോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. സത്രത്തിന്റെ അകത്തുള്ള ആളുകളെക്കാൾ വിശാലമാണ് മാതൃത്വം തുളുമ്പുന്ന അമ്മയുടെ ഹൃദയം. ആധുനിക ലോകത്തിൽ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുവാൻ ശീതീകരിച്ച ആഡംബര മുറികൾ കാത്തിരിക്കുമ്പോഴും അപ്പന്റെയും അമ്മയുടെയും ഹൃദയത്തിൽ ഇടം കിട്ടാതെ ചവിട്ടുകൊട്ടയിലേക്ക് കുഞ്ഞുങ്ങൾ എറിയപ്പെടുന്നു എന്ന വലിയ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ ദൈവകരുണ യാചിച്ചുകൊണ്ട് ദൈവം തന്ന മക്കളെ ഒരിക്കൽ കൂടി മാതൃത്വത്തിന്റെ കരുതലിൽ നിന്ന് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പിതൃത്വത്തിന്റെ കരുതലിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാം. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ശ്രമിച്ചാൽ ഒത്തിരി പേർക്ക് ഇടം കൊടുക്കുവാൻ സാധിക്കും. പള്ളിയിൽ കുർബാനയ്ക്ക് നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ മാത്രമല്ല, ജീവിതത്തിൽ ഒരു തുണ്ട് ഭൂമിയോ കിടപ്പാടമോ ഇല്ലാത്തവർക്ക് പോലും പലപ്പോഴും പണമില്ലാഞ്ഞിട്ടല്ല, കൊടുക്കുവാനുള്ള മനസ്സ് ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾക്ക് സാധിക്കാത്തത്. കാരണം ഇടമില്ലാത്തവന് ഇടം നൽകുമ്പോൾ നീ ദൈവത്തിനാണ് ഇടം നൽകുന്നത്. അപ്പോൾ നിന്റെ ഹൃദയത്തിൽ ഈശോ വീണ്ടും ജനിക്കുന്നു. അന്ധകാരത്തിൽ കഴിഞ്ഞവർക്ക് പ്രകാശമുദിച്ച തിരുനാളാണ് ക്രിസ്തുമസ്. ദാരിദ്ര്യവും രോഗവും അവഗണനയും മൂലം അന്ധകാരം അനുഭവിക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ കുടുംബത്തിലും ചുറ്റുവട്ടത്തുമുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു മെഴുകുതിരി കത്തിക്കുവാനായാൽ നമ്മുടെ ക്രിസ്മസ് അർത്ഥവത്തായി. അവർക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം നൽകുക. എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ആമേൻ.